എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖിൽ താമരശ്ശേരി. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് കുറച്ച് മെമ്മറീസ് ആയിട്ടാണ് വരുന്നത്. ഈ മെമ്മറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ബാൻഡ് സെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ശിങ്കാരിമേള ആവട്ടെ, മറ്റ് പല കലാരൂപങ്ങളിൽ കൂടെ നമ്മൾ ഒരുപാട് പോവാറുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്, അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മുന്നേ ഞാൻ എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ഞാൻ രണ്ടാമതൊന്നും കൂടി കണ്ടപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ കണ്ടിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, പല ടീമുകളിലും ഇപ്പോൾ കൊട്ടുന്നതായാലും അത് ബാൻഡ് സെറ്റ് ആവട്ടെ, ശിങ്കാരിമേള ടീം ആവട്ടെ, അതിലെ ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ചിലവർക്ക് മാറ്റമില്ല, എന്നാൽ ചില ആളുകൾക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ അതേപോലെ തന്നെ അത് എനിക്കായാലും ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്കായാലും ഉണ്ടായിരിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുന്നത്തെ വീഡിയോസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ കാണുമ്പോൾ, അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും. എങ്ങനെ ഇരുന്ന ആളാ, ഒരു മാറ്റമില്ല. ചിലവർക്ക് നല്ല മാറ്റങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് കണ്ടിരുന്നു. അപ്പോൾ കാണാനിടയായിട്ടുള്ള 2 വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആട്ടം കലാസമിതി, അതേപോലെ തന്നെ പൊന്നൻ പെരിങ്ങോട്. ഈ 2 ടീമിൻ്റെ വീഡിയോസാണ് ഞാൻ കണ്ടത്. അതുകൂടാതെ വേറെ വീഡിയോസ് ഉണ്ട്. എന്തായാലും അത് അടുത്ത വീഡിയോയിൽ അത് വരും. ഇവരുടെ 2 ആളുടെയും വീഡിയോസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പണ്ടത്തെ ടീമുകളുടെ ട്യൂണുകൾ, അതായത് കലാകാരന്മാർക്കറിയാം അവർ എത്രത്തോളം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അറിയാം. പക്ഷേ പണ്ടത്തെ ട്യൂണുകൾ ഇപ്പോഴത്തെ ട്യൂണുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പണ്ടത്തെയാണെന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ചില സമയത്ത് അത് പല വീഡിയോകളിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്ലോ മോഷനിലൊക്കെ നടക്കുമ്പോൾ അത് ഞാൻ മാത്രമൊന്നുമല്ല, അതുപോലെ തന്നെ നമ്മൾ മറ്റെന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടുമ്പോഴൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടൊക്കെ നമ്മൾ പലരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലെ വീഡിയോസൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ട്യൂണുകളും കൊള്ളില്ല എന്നുള്ളൊരു മീനിങ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ, എങ്ങനെയുണ്ട് ട്യൂണുകൾ എന്നൊക്കെ. 2 ടീമും കില്ലാടി ട്യൂണുകളാണ്, എന്നിരുന്നാലും നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ.
അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് രണ്ടും എടുത്തിട്ടുള്ളത് 2 ഡിവൈസിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് ആദ്യം ഒരു സൗണ്ട് നിന്ന് കേട്ട് വേറൊരു വീഡിയോ കാണുമ്പോൾ വേറൊരു സൗണ്ട് പോലെ ഒരു ചെറിയൊരു പ്രശ്നം. അത് താരതമ്യേന അതിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിലൂടെ. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം, അതായത് സജഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പരിഹരിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പെരുന്നാൾ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടിപൊളി വീഡിയോസൊക്കെ കാണാനായിട്ട് അത് ഉപകരിക്കും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.